നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള അൻപോടെ തൃത്താല മെഗാ മെഡിക്കൽ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. പദ്ധതിയുടെ ഭാഗമായി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ 100-ലധികം ഡോക്ടർമാർ പരിശോധനയ്ക്കെത്തും. വട്ടനാട് GVHSSൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷനാകും. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെയും മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെയും പ്രശസ്ത ഡോക്ടർമാർ അടക്കമുള്ളവർ ക്യാമ്പിൽ പങ്കെടുക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ നിന്നുള്ള പരിശോധനാ സംവിധാനങ്ങളും ചികിത്സാ സംവിധാനങ്ങളും ക്യാമ്പിലെത്തിക്കും. ആയുർവേദ ഹോമിയോ വിഭാഗങ്ങളിലെയും വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കും. നേത്രപരിശോധനയ്ക്കും ദന്തപരിശോധനയ്ക്കും ആധുനിക സംവിധാനങ്ങളുള്ള ക്ലിനിക്കുകൾ ഉണ്ടാകും. ഇരുവിഭാഗങ്ങളിലും വിവിധതരം ചികിത്സകളും ക്യാമ്പിൽ വെച്ചു തന്നെ ചെയ്യാനാകും. ക്യാൻസർ പരിശോധനയ്ക്കും രോഗനിർദ്ധാരണത്തിനുമുള്ള ആധുനിക സൗകര്യങ്ങളുമുണ്ടാകും. ക്യാമ്പിൻ്റെ ഭാഗമായി 8 വിഷയങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും. ക്യാൻസർ പ്രതിരോധം, ജീവൻ രക്ഷ, പ്രാഥമിക ശുശ്രൂഷ പരിശീലനം, ലഹരി നിർമ്മാർജ്ജനം, സാമൂഹിക ഉത്തരവാദിത്വം, ഔഷധസസ്യങ്ങൾ, ഉത്തരവാദ രക്ഷാകർതൃത്വം, പകർച്ചേതര രോഗനിയന്ത്രണം, യോഗ, ജീവിതശൈലി രോഗനിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. സംസ്ഥാന പാതയിൽ ചങ്ങരംകുളം ചിയ്യാനൂർ പാടത്ത് ഇന്നോവ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് കുട്ടികളടക്കം 7 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. ചങ്ങരംകുളത്ത് ആശുപത്രിയിൽ പോയി തിരിച്ചു വന്നിരുന്ന കരിമ്പ സ്വദേശികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിൽ നിന്ന് തിരിയാൻ ശ്രമിച്ച ഇന്നോവയിൽ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന കരിമ്പ സ്വദേശികളായ റസാഖ്, ഭാര്യ രഹന, മക്കൾ റിസ മരിയ, ഇഷ, റിൻഷി, ബന്ധുക്കളായ മുഹമ്മദ് ഷിബിലി, ആയിഷ റിൻഷി, റിയ ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പട്ടാമ്പിയിൽ ശക്തി തെളിയിച്ച് സേവ് CPI. മേലെ പട്ടാമ്പിയിൽ പ്രകടനവും മാനവ സംഗമവും സംഘടിപ്പിച്ചു. VT ബൽറാം സംഗമം ഉദ്ഘാടനം ചെയ്തു. സേവ് CPI പ്രവർത്തകരെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് VT ബൽറാം. സേവ് CPM ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ മാനവ സംഗമം സംഘടിപ്പിച്ചത്. തങ്ങളുടെ കരുത്ത് തെളിയിച്ചുകൊണ്ടായിരുന്നു മാനവ സംഗമം പരിപാടി നടന്നത്. പരിപാടിക്ക് മുന്നോടിയായി മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനവും ആരംഭിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. കഴിഞ്ഞ CPI സമ്മേളനത്തിന് ശേഷമുണ്ടായ അച്ചടക്ക നടപടിയെ തുടർന്നാണ് CPIയിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ വിട്ടുനിന്ന് സേവ് CPM ഫോറം രൂപവൽക്കരിച്ചത്. ജില്ലയിലെ മുതിർന്ന നേതാവായ കോടി രാമകൃഷ്ണൻ, AIYF നേതാവായ പാലോട് മണികണ്ഠൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സേവ് ഫോറം രൂപീകരിച്ചത്. പട്ടാമ്പിയിലെ ആദ്യ പൊതുപരിപാടി കൂടിയായിരുന്നു മാനവ സംഗമം. മേലെ പട്ടാമ്പി കൽപ്പകയിൽ നടന്ന സംഗമം കോൺഗ്രസ് നേതാവ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കനകകുമാറിന് കോൺഗ്രസിലേക്ക് വരാമെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും കോൺഗ്രസിലേക്ക് വരാമെന്ന് VT ബൽറാം MLA സൂചിപ്പിച്ചു. വരും ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാവട്ടെ എന്നും VT ബൽറാം ആഹ്വാനം ചെയ്തു. ഒരു വലിയ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മുടെ നാട് വിമുക്തമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ നടത്താൻ ഉള്ള സാഹസം കാണിച്ചവർക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് നമ്മുടെ അഭിമാനമായ ഇന്ത്യയുടെ സായുധ സേന ഇന്ന് നമ്മെ കാത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇതിനു മുൻപും പല തവണ ഭീകരാക്രമണങ്ങളെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ പഹൽഗാമിലുണ്ടായ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ആ ഭീകരാക്രമണം എന്നുള്ളത് മുൻപ് അവർ തന്നെ ഇതേ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഭീകരാക്രമണങ്ങളിൽ നിന്ന് ഒരല്പം വ്യത്യസ്തതയുള്ളതാണ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളത് ഭീകരവാദികൾ നിറത്തോക്കുകളുമായി കടന്നു വരുന്നു, തിരക്കുള്ള ഏതെങ്കിലും കവലകളിലോ ആള് കൂടുന്ന ഇടങ്ങളിലോ വെച്ച് തുരുതുര വെടിയുതിർക്കുന്നു, നിരപരാധികൾ ഇടഞ്ഞു വീഴുന്നു. കോടി രാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പാലോട് മണികണ്ഠൻ,
ആർ രാധാകൃഷ്ണൻ, പി കെ സുഭാഷ്, വി ടി സോമൻ, പി കെ ശങ്കരൻ, വി ടി നാരായണൻ, സീമ കോങ്ങശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ സേവ് CPI പ്രവർത്തകർ സംഘടിപ്പിച്ച മാനവ സംഗമത്തിനിടെ സംഘർഷം. CPI പ്രവർത്തകരും സേവ് CPI പ്രവർത്തകരും തമ്മിലായിരുന്നു സംഘർഷം. പോലീസ് ഇടപെട്ടാണ് സംഘർഷം ഒഴിവാക്കിയത്. സേവ് CPI ഫോറം സംഘടിപ്പിച്ച മാനവ സംഗമ വേദിയിലാണ് സംഘർഷമുണ്ടായത്. CPI പ്രവർത്തകരും സേവ് CPI ഫോറം പ്രവർത്തകരും തമ്മിലായിരുന്നു സംഘർഷം. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. മത തീവ്രവാദത്തിനെതിരെയാണ് മാനവ സംഗമം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് നേതാവ് VT ബൽറാമായിരുന്നു സംഗമം ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷമായിരുന്നു CPI പ്രവർത്തകർ വേദിക്കരികിലേക്ക് എത്തിയത്. തുടർന്ന് വേദിയിൽ കയറുകയും പരിപാടിയുടെ ഫ്ലെക്സ് വലിച്ചു കീറുകയും ചെയ്തു. പാർട്ടിയുടെ പേര് ഫ്ലെക്സിൽ വെക്കരുതെന്നും സേവ് CPI എന്ന് ഉപയോഗിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കയ്യാങ്കളി ഏറെ നേരം നീണ്ടുനിന്നു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സ്റ്റേജിലേക്ക് കയറിയ പ്രവർത്തകരും സേവ് CPI പ്രവർത്തകരും തമ്മിൽ ഒന്നും ഉണ്ടായി. ഇരുചേരിയുമായി തിരിഞ്ഞ് മുദ്രാവാക്യം വിളിയും അടിപിടിയും നടന്നു. പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ മാറ്റിയത്. സംഘർഷം നടക്കുമ്പോഴും VT ബൽറാം സ്റ്റേജിലുണ്ടായിരുന്നു. ദേശീയ പരീക്ഷാ ഏജൻസിയെ പിരിച്ചുവിടണമെന്ന് AISF സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. 3 ദിവസങ്ങളിലായി പട്ടാമ്പിയിൽ നടത്തിവന്നിരുന്ന സമ്മേളനത്തിന് സമാപനമായി. 3 ദിവസങ്ങളായി പട്ടാമ്പിയിൽ നടത്തിവന്നിരുന്ന AISFന്റെ 46ാമത് സംസ്ഥാന സമ്മേളനത്തിനാണ് സമാപനമായത്. തീവ്രവാദത്തിനെതിരെ യോജിച്ച പോരാട്ടങ്ങൾ ഉണ്ടാകണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഫീസ് വർധനവ് പഠിക്കാൻ കമ്മീഷനെ നിയമിക്കണമെന്നും രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളിൽ ക്രമാതീതമായി ഫീസ് വർധനവ് ഉണ്ടാകുന്നുണ്ട്. ഇത് പഠിക്കാൻ കമ്മീഷനെ നിയമിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ വിദ്യാഭ്യാസ റിപ്പോർട്ടിന്മേലും പ്രവർത്തന റിപ്പോർട്ടിന്മേലും ചർച്ചയും നടന്നു. സംസ്ഥാന സെക്രട്ടറി P കബീറും ഭാവി പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജും മറുപടി നൽകി. റവന്യൂ മന്ത്രി K രാജൻ, AITUC സംസ്ഥാന സെക്രട്ടറി PK രാജേന്ദ്രൻ, N അരുൺകുമാർ, ES ബിജിമോൾ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. സംസ്ഥാന പ്രസിഡന്റായി ബിബിൻ എഗ്രാമിനെയും സെക്രട്ടറിയായി A അതിനെയുമാണ് തിരഞ്ഞെടുത്തത്. സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാതായതോടെ റോഡരികിൽ പ്രതിഷേധ ഫ്ലക്സ് ഉയർത്തി വട്ടേനാട് പാടശേഖര സമിതിയിലെ കർഷകർ. മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കാത്ത ചില കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഈ PRS കിട്ടി, ഇതിൻ്റെ എഴുത്തൊക്കെ മാഞ്ഞു പോയി തുടങ്ങി. എന്നിട്ടും പൈസയുടെ യാതൊരു വിവരവുമില്ല. അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇവിടുത്തെ സമ്പ്രദായം ഒന്നുമില്ല. അവിടെ കാറ്റുതിരില്ല, ഉണക്കലില്ല, ഒന്നുമില്ല. നെല്ല് ആ കൊയ്ത പാടം തന്നെ കയറ്റി പോവാണ്. ഇവിടെ മാത്രം ഈ തൃത്താല നിയോജകമണ്ഡലം അല്ലെങ്കിൽ തൃത്താല ഇതിൽ ഇവിടെ മാത്രമാണ് ഈ ഉണക്കൽ, ചേറൽ, പിടിക്കൽ ഒക്കെ നടക്കുന്നുള്ളൂ. അത് എത്രയും പെട്ടെന്ന് ആ നിയമങ്ങളൊക്കെ മാറ്റി എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ആ നിയമങ്ങൾ ഇവിടെയും കൊണ്ടുവരണമെന്നാണ് പറയാനുള്ളത്. ഉൽപ്പാദിപ്പിച്ച നെല്ല് സപ്ലൈകോയ്ക്ക് നൽകി 2 മാസം പിന്നിട്ടിട്ടും കർഷകർക്ക് തുക ലഭിച്ചില്ല. ഇതോടെ പാട്ടത്തിനെടുത്തും കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും നെൽകൃഷി ഇറക്കിയ കർഷകരും കർഷക കുടുംബങ്ങളും ദുരിതത്തിലായി. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും പണം ലഭിക്കാതായതോടെയാണ് കർഷകർ പ്രതിഷേധത്തിനിറങ്ങിയത്. 125 ഏക്കറിൽ വിളയിച്ചെടുത്ത 250 ടണ്ണോളം നെല്ലിന്റെ വിലയാണ് തങ്ങൾക്ക് ലഭിക്കാനുള്ളതെന്ന് കർഷകർ പറഞ്ഞു. ഇവർ ഉറപ്പ് നൽകിയതാണ് 15 ദിവസത്തിനുള്ളിൽ പണം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതുവരെ നമുക്ക് ലഭിക്കേണ്ടായില്ല. ഇതേ അനുഭവം തന്നെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചു പോരുന്നത്. പ്രതിഷേധം എന്നുള്ള നടപടിയിൽ മാത്രം ഒതുങ്ങിയിട്ട് അത് നമുക്ക് കിട്ടാവുന്ന രീതിയിലാക്കുക എന്നും ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ഉദ്യമത്തിൽ ഇറങ്ങിപ്പെട്ടത്. മറ്റൊരു സമരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല. എല്ലാവരും അറിയട്ടെ, നമ്മൾ എല്ലാ കൊല്ലം ഇത് അനുഭവിക്കുക, അടുത്ത കൊല്ലം അനുഭവിക്കുകയാണ്. ഈ അനുഭവം തുടർച്ചയായിട്ട് നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ഈ കൃഷി പണി ബഹിഷ്കരിക്കേണ്ടി വരികയാണ്. പ്രതിഷേധം അറിയിച്ച കർഷകർ പ്രതിഷേധ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്തു. ഇനിയും തുക ലഭിക്കാൻ വൈകിയാൽ കൃഷിയെ എന്നേക്കുമായി ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ഈ ബോർഡിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വകുപ്പുകളും എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ശരി, ചേർത്ത് പിടിക്കുകയല്ല ചെയ്യുന്നത്, ശരിക്കും നരകിപ്പിക്കുക ചെയ്യുന്നത്. ഈ സമയത്താണ് നമുക്ക് പൈസ കിട്ടേണ്ടത്. പലർക്കും കടമുണ്ട്, എനിക്ക് തന്നെ ഉണ്ട്. പക്ഷെ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഒരു പോളിഷ് കാണിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നു മാത്രം. ഇതും ആശ്രയിക്കാം.
ഞാങ്ങാട്രി UP സ്കൂളിലെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിനും സമഗ്രമായ കായിക മികവും ലക്ഷ്യമാക്കിക്കൊണ്ട് UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ പരിശീലന ക്യാമ്പ് നടത്തി. അധ്യാപകരും PTA-യും ചേർന്ന് സംഘടിപ്പിച്ച സൗജന്യ ഫുട്ബോൾ ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. കൃഷ്ണകുമാർ മാസ്റ്റർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് CV സുധീർ കുമാർ, ഹെഡ് മാസ്റ്റർ അനിൽകുമാർ, TK രവീന്ദ്രൻ, അനീസ് മാട്ടായ, ഭാവന, ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ P. അനിൽകുമാർ, ബീന, ഗീത എന്നിവർ നൽകിയ ക്യാമ്പിന് ആവശ്യമായ ഫുട്ബോളുകൾ, ഗോൾ പോസ്റ്റുകൾ തുടങ്ങിയ കായിക ഉപകരണങ്ങൾ ചടങ്ങിൽ സ്വീകരിച്ചു. 70ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.